ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സഫാരിയെക്കുറിച്ചാണ്. ഇത് 2023 മോഡലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശേഷമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ്, മെയിൻ്റെനൻസ്, അപ്പം മൈലേജ് കാര്യങ്ങളൊക്കെയാണ്, എൻജിന് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഒരു പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹലോജൻ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹലോജൻ ടൈപ്പ് ഒരു ഫോഗ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഒരു താഴ്വശത്തായിട്ടാണ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മണ്ടേ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മനോഹരമായ രീതിയിൽ തന്നെ ഒരു DRLX കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാഡിങ് വന്നിട്ടുണ്ട്. ഈ ഗ്ലാഡിങ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ പോയിട്ടുണ്ട്. പഴയ സഫാരി എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ റൗണ്ട് ഷേപ്പ് പോയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രിപ്പ് വന്നിട്ടുണ്ട്, ബമ്പർ ഗ്രിപ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രില്ല് വന്നിരിക്കുന്നത് ഒരു ഹണിക്രോം ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. അതൊക്കെ മനോഹരമായി തന്നെ ടാറ്റ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ടാറ്റയുടെ ലോഗോ കാണാം. അതൊക്കെ മനോഹരമായിട്ട് തന്നെ ടാറ്റ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബോണറ്റാണ് വരുന്നത്. ഒരു ബൾജി ആയിട്ടൊരു ബോണറ്റ് തന്നെയാണ് വരുന്നത്. അത് കാണാൻ തന്നെ നല്ലൊരു മനോഹരമായൊരു ബോണറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ഒതുക്കി തന്നെ ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്പർ വന്നിരിക്കുന്ന നല്ലൊരു വലിയൊരു വൈപ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മനോഹരമായി നല്ല ഒതുക്കി തന്നെ ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ട്രയാരോ ഒരു ഇതിലാണ് ഗ്രില്ല് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തതായി എടുത്തു പറയേണ്ട ഈ ടയർ സൈസ് തന്നെയാണ്. നല്ലൊരു വലിയൊരു ടയർ തന്നെയാണ്. 235 mm ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഡയമണ്ട് കട്ട് അലോയോട് കൂടിയാണ് ടയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മിററിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോൾഡബിൾ മിറർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 10 ഇൻഡിക്കേറ്ററോട് കൂടിയുള്ള ഒരു മിറർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിക്കോ സെൻസറൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ മിറർ ഭാഗം പറയുകയാണെങ്കിൽ നല്ലൊരു വൈഡായിട്ട് തന്നെ ഒരു മിറർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് നല്ലൊരു വ്യൂ തന്നെ ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടും. പിന്നെ വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടോ ഒന്നുമല്ല, നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയുടെ അതായത് ടാറ്റയുടെ ഓൺ ബ്രാൻഡും അതായത് ടാറ്റയുടെ മസ്കുലർ വണ്ടിയായിരുന്ന സഫാരിയുടെ സിഗ്നേച്ചർ വാല്യൂ ഉള്ള അതേ സഫാരിയുടെ അതേ മോഡലിൽ അതേ ഷേപ്പിലായിരിക്കും വണ്ടിയുടെ ഈ പറയുന്ന നമ്മുടെ റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ബേസ്മെൻറ്റ് വിഡ്ത്ത് എല്ലാം ആ സെയിം ലെങ്തിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓവറോൾ വിഡ്ത്ത് പുറകോട്ട് ഡിക്കി സ്പേസിലേക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ റിവേഴ്സ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇത് വരുന്ന LED ടൈപ്പ് റെഡ് സിഗ്നലിൽ അതായത് ലൈൻ ടൈപ്പിലാണ് വരുന്നത്. DRL എങ്ങനെയാണോ കൊടുത്തിരിക്കുന്ന ഫ്രണ്ടിൽ ആ ഒരു ഏരിയ ആ ഒരു ടൈപ്പിൽ തന്നെയാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റും കൊടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു D4 കാണാൻ സാധിക്കും. പിന്നെ ഒരു ബാക്ക് വൈപ്പർ വന്നിട്ടുണ്ട്. അതൊക്കെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടാറ്റയുടെ ഒരു സിമ്പിൾ കാണാൻ കഴിയും. അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ക്യാമറയാണ് കാണാൻ കഴിയുന്നത്. അത് നല്ലൊരു വ്യൂ കിട്ടുന്ന ക്യാമറ തന്നെയാണ്. ഒരു നൈറ്റ് വിഷൻ ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിയുമ്പോൾ സഫാരി എന്നുള്ള പറഞ്ഞ ലോഗോ കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തത്. ഇതിൽ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്കിഡ് പ്ലേറ്റും അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സിൽ നമുക്ക് ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പാകത്തിന് നമുക്കിവിടെ ഒരു സ്പേസും കണക്ട് ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ ബോഡി ക്വാളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. കാരണം ഓവറോൾ ഒരടി നീളത്തിൽ ഒരടി ഗ്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ഒരടി ഗ്യാപ്പിലാണ് വണ്ടിയുടെ ഈ ഒരു ലെങ്ത് വരുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ഉള്ളിലേക്കുള്ള വരുന്ന ഇടികൾ അബ്സോർബ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ബെഡിങ് ടൈപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി എപ്പോഴും ഫുള്ളി സേഫ്റ്റി ആയിരിക്കും. പിന്നെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ബ്ലാക്ക് വൈറ്റ് കോംബോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഗോൾഡിൻ്റെ ഒരു ഇത് കാണാം. പിന്നെ പവർ വിൻഡോയുടെ സ്വിച്ചുകൾ കാണാം. ഇവിടെ ഒരു സിൽവർ ഫിനിഷിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് മിററിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. പിന്നെ മുകൾവശത്തായിട്ടൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് ഏരിയ. അതിനകത്തൊരു ലൈറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ഹോൾഡറോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ടിക്കറ്റ് ഹോൾഡറും വന്നിട്ടില്ല. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഏരിയ. പിന്നെ ഒരു സൺറൂഫ് വന്നിരിക്കുന്ന ഒരു പാരമിക് സൺറൂഫാണ് വന്നിരിക്കുന്നത്. ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഒരു പാരമിക് സൺറൂഫ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു ഫുൾ ഏരിയ തന്നെ ഓപ്പൺ ആകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് ഫുൾ ഓപ്പൺ ചെയ്യാന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാണിച്ചു തരാം. പിന്നെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 6 സീറ്ററാണ് ഈ സഫാരി വന്നിരിക്കുന്നത്. 7 സീറ്ററും ഉണ്ട്. ഇത് കഴിഞ്ഞുള്ള വേരിയൻറ്റ് 7 സീറ്റർ ഇത് വന്നിട്ടുണ്ട്.
പിന്നെ ബാക്ക് സീറ്റിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും ബാക്ക് ഡോറെ തന്നെ എടുത്തു പറയാനുള്ളത് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അടിയിലും അതുപോലെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈ പിടിക്കാനുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഗോൾഡൻ ഫിനിഷിങ്, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല ടൂട്ടറാണ് വന്നിരിക്കുന്നത്, ഒരു JBLൻ്റെ. പിന്നെ താഴെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പവർ വിൻഡോയുടെ കൺട്രോൾ വരുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ തന്നെയാണ് ഇവിടെയും. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാർജിങ് സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB കേബിളിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രോം ഫിനിഷ് ഇവിടെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കൊടുക്കുകയായിരുന്നു നല്ലതായിരുന്നു, കാരണം ഏറ്റവും കൂടുതൽ കാല് പതിയുന്നതും അവിടെയാണ്. പിന്നെ വണ്ടിയെ കയറിയാൽ തന്നെ നല്ലൊരു സ്പേസ് തന്നെയാണ് നമുക്ക് കാണാൻ. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഡിക്കി സ്പേസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിക്കി സ്പേസിലാണ് നമുക്ക് ഈ സീറ്റ് വന്നിരിക്കുന്നത്. അത് നമുക്ക് 50-50 സീറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാം അഡ്ജസ്റ്റബിളും കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ബാക്കിലേക്ക് എല്ലാം തന്നെ നമുക്ക് AC വെൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റ് മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ ഇതിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സൈഡിൽ കൂടെ ഒരു ക്രോം ഫിനിഷിങ് പോയിട്ടുണ്ട്, അതങ്ങ് സൈഡ് വരെയും പോയിട്ടുണ്ട്. ഇതാണ് ഗ്ലോ ബോക്സ് വന്നിരിക്കുന്നത്. ഗ്ലോ ബോക്സിനകത്ത് നമുക്കൊരു AC വെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല കൂളിംഗ് തന്നെ ഗ്ലോ ബോക്സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബൾബും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ വന്നിരിക്കുന്നത് ഒരു 9 ഇഞ്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഓരോ സഹായങ്ങളും ഞാൻ ആവശ്യപ്പെടുകയാണ്. അത് കാരണം വ്യൂസും കാര്യങ്ങളെല്ലാം കുറവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.